ഞാൻ 30 സെക്കൻഡിൽ ദിനുവിന് മറുപടി ചോദ്യത്തിലേക്ക് വരാം. ആദ്യത്തെ കാര്യം, മധുവിന്റെ കാര്യത്തിൽ ആദ്യ ദിവസം എനിക്ക് TV വരാൻ പറ്റിയില്ല, സത്യമാണ്. കാര്യം ഞാൻ മധുവിന്റെ വീട്ടിലായിരുന്നു. അതായത് മധു ഇഷ്യൂ റൈസ് വന്നപ്പം മധുവിന് ആദ്യമായി സാമ്പത്തിക അദ്ദേഹത്തിന്റെ വീട്ടിൽ എത്തിച്ചത് രാഹുൽ ഈശ്വറാണ്. 1.5 ലക്ഷം രൂപ വീരേന്ദ്ര സെവാഗ് എന്നെ വിളിച്ച് പറയുകയും ഞാൻ അവിടെ കൊണ്ടു കൊടുക്കുകയും ചെയ്തു. മൂന്ന് കാര്യം. ഇനി ദേവൻ രാമചന്ദ്രൻ സാറിന്റെ ഡിസംബർ 14, 2024 വിധി എന്താന്ന് പറഞ്ഞാൽ, ജഡ്ജിങ് എ വുമൻസ് മൊറാലിറ്റി ബൈ ഹെയർ അറ്റയർ ഈസ് അൺഅക്സെപ്റ്റബിൾ. ഒരു വ്യക്തിയുടെ, ഒരു സ്ത്രീയുടെ ധാർമ്മികത അവളുടെ വസ്ത്രം കൊണ്ട് അളക്കരുത്. തീർച്ചയായിട്ടും യോജിക്കുന്നു. പക്ഷേ ആ സ്ത്രീയുടെ വസ്ത്രം ശരിയല്ലെന്ന് പറയാൻ എനിക്ക് റൈറ്റ് ഉണ്ട് ഡിനു. ഇത് ഞാൻ തന്നെ ആയിരിക്കും കോടതിയിൽ വാദിക്കുന്നത്, ഡിനുവിന് കാണാം. 3, വേറൊരാളെ വെച്ചത് വേറൊന്നും കൊണ്ടല്ല. കഴിഞ്ഞ ശനിയാഴ്ച എന്റെ മകന്റെ ജന്മദിനം, ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ എനിക്ക് എറണാകുളത്ത് പോകാൻ പറ്റില്ല. അപ്രിഹെൻഷൻ ഓഫ് അറസ്റ്റ് ഉള്ളതുകൊണ്ട് എറണാകുളത്ത് അഡ്വക്കേറ്റ് അലസ് കെ ജോണിനെ ഏൽപ്പിച്ചതാണ്. ഭാവിയിൽ ഈ കേസ് വരുമ്പോ ഞാൻ തന്നെ വാദിക്കുന്ന ഡിനുവിന് കേൾക്കാം. പിന്നെ ഇനി അഭിലാഷിനോട് ഒരു വരി കൂടി. അഭിലാഷ് ഇത്രയൊക്കെ സ്ത്രീവിരുദ്ധനാണെന്ന് പറഞ്ഞല്ലോ. ഈ ഹണി റോസിന്റെ കേസിന്റെ 10 ഇരട്ടി വലിയ അഖില ഹാദിയ കേസിൽ രാഹുൽ ഈശ്വർ 10 വർഷം കൊണ്ട് സമ്പാദിച്ച എല്ലാ പൊളിറ്റിക്കൽ ക്യാപിറ്റലും, 2007 മുതൽ 2017 വരെ ഞാൻ സമ്പാദിച്ച എല്ലാ പൊളിറ്റിക്കൽ ക്യാപിറ്റലും, കൂടെ നിന്ന എല്ലാ RSSകാരെയും BJPക്കാരെയും വെറുപ്പിച്ച് അഖില ഹാദിയ എന്നൊരു പെൺകുട്ടിക്ക് വേണ്ടി ഞാൻ നിലപാട് കൂടി എടുത്തതുകൊണ്ടാണ് ആ കുട്ടിക്ക് വെളിയിൽ ഇറങ്ങാൻ കഴിഞ്ഞത്. കപിൽ സിബില് 77 ലക്ഷം രൂപ മേടിച്ചാണ് വാദിച്ചത്. രാഹുൽ ഈശ്വർ ഹിന്ദു വിശ്വാസി ആയതുകൊണ്ടും ഗാന്ധിയിൽ വിശ്വസിക്കുന്നതുകൊണ്ടും എന്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് കാശിട്ട് ഫ്രീ ആയിട്ട് അഖിലഹാദിയക്ക് വേണ്ടി പ്രവർത്തിച്ചതാണ്. എന്റെ കൂടെ ഇടപെടലിലാണ് അഖിലഹാദിയ പുറത്തിറങ്ങിയെന്ന് മറക്കരുത്. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന ചില പോയിന്റ്സ് ഒക്കെ യോജിപ്പാണ്, ഇല്ലെന്നൊന്നുമല്ല. പക്ഷെ നിങ്ങളെ എതിർക്കുന്നവരെല്ലാം പിന്തിരിപ്പന്മാരും 10ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കയറാത്തവരുമാണെന്നൊന്നും ധരിക്കരുത്. നിങ്ങൾക്ക് മാത്രമാണ് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് അറിവുണ്ട് എന്നൊന്നും ധരിക്കരുത്. ചില പോയിന്റുകളോട് ഞാൻ യോജിക്കുന്നു, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഇവിടെ ഒരു സെൻസ് ഓഫ് ബാലൻസ് വേണം. ആ ബാലൻസ് എന്ന് പറഞ്ഞാൽ പുരുഷനെ വേട്ടയാടുന്നതിൽ സന്തോഷിക്കുന്ന ഫെമിനിസ്റ്റുകൾ യോജിക്കുന്നില്ല. അതേപോലെ സ്ത്രീകളെ പ്രകോപിപ്പിക്കുന്നതും ബോച്ചയ്ക്ക് മാല ഇടുന്നതുമാണ് ശരിയെന്ന് വിശ്വസിക്കുന്നില്ല. ബോച്ചെ പോലും അത് കോടതി പറഞ്ഞു. ബോച്ചെ പോലും പറഞ്ഞു, ഞാൻ ശക്തമായ നിർദ്ദേശം കൊടുത്തിരുന്നു, ഒരാളും ഇങ്ങോട്ട് വരരുത് എന്ന്. അതുകൊണ്ട് ചില ആൾക്കാർ എങ്ങനെയുണ്ട്, അവരെ 100% യോജിക്കുന്നില്ല. അവരെ വ്യക്തിപരമായി അറിയാം, പക്ഷെ യോജിക്കുന്നില്ല. ഇനി അഭിലാഷിന്റെ ചോദ്യം ചോദിക്കാം. അല്ല, എന്റെ ചോദ്യത്തിലുള്ള പല കാര്യങ്ങളും താങ്കൾ ഇതിനോട് തന്നെ ആൻസർ ചെയ്തു. ആവട്ടെ, ഇവിടെ ഇപ്പോൾ ഈ വസ്ത്രത്തെ സംബന്ധിച്ചിട്ടുള്ള പരാമർശങ്ങൾ നമുക്ക് ഒഴിവാക്കാം. രാഹുൽ ഈശ്വർ, ഒന്ന്, താങ്കൾ തന്നെ അതിന് നിയമ നടപടി നേരിടുകയാണ്. താങ്കളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി മുൻപാകെയുണ്ട്. അപ്പോൾ ഒരു ഹബിച്വൽ ഒഫൻഡർ ആണ് എന്നുള്ള മട്ടിലുള്ള ഇയാൾ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന മട്ടിലുള്ള ഒരു അഭിലാഷ് പറയുന്നോണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ അടക്കം അഭിലാഷിന്റെ പരിപാടികളിൽ പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റ് എന്ന് വിളിക്കുന്നവരില്ലേ? അഭിലാഷ് എന്തെങ്കിലും തടഞ്ഞിട്ടുണ്ടോ? ആഭാസ് എന്ന് വിളിക്കുന്നവരില്ലേ? അപ്പുറത്തിരിക്കുന്ന സ്ത്രീയോട് ചോദിച്ചാൽ മതി, അവർ പറയും. സ്ത്രീ അങ്ങനെ മോശമായിട്ട് പറഞ്ഞല്ല. മാളവിക ബെന്നി മാഡം ആണ് എന്നെ അങ്ങനെ വിളിച്ചത്. അങ്ങനെ പറയാൻ പറ്റില്ല. മാളവിക ബെന്നി മാഡം അടക്കം ഉള്ളവർ അല്ല, പറഞ്ഞോട്ടെ. പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റ് എന്നും ആഭാസ് എന്നും ഒക്കെ എന്നെ എന്തും ചീത്ത വിളിക്കാം. ഞാൻ ഇതിന്റെ 10-1 വാക്ക് തിരിച്ചു. ഞങ്ങൾ പറയുന്നത് എന്താ? മാഡം, എനിക്ക് ഒരു വരി കൂടെ പറഞ്ഞോട്ടെ. പഠനങ്ങൾ അനുസരിച്ച് ഇങ്ങനെയുള്ള മെന്റാലിറ്റി ഉള്ളവർ ചെന്ന് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റ് പറഞ്ഞത്. മാളവിക മാഡം, ഇതിനെക്കാട്ടി പൊതിഞ്ഞു കെട്ടിയ ഭാഷയിൽ ചീത്ത വിളിക്കാൻ എനിക്ക് അറിയില്ലെന്നാണോ മാഡം കരുതുന്നത്? ഇതിനേക്കാൾ സഭ്യമായ ഭാഷയിൽ അറിയുന്നതാണോ മാഡം കരുതുന്നത്? മാഡം എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും ആ വാക്കിലൂടെ എന്താണ് ധ്വനിപ്പിക്കുന്നതെന്നും മാഡത്തിനും എനിക്കും അറിയാം. ഈ വാക്ക് പറയണ്ട, ഞാൻ നേരിട്ടേ പറയാം. അതുകൊണ്ട് ഡബിൾ മീനിങ്ങിൽ സംസാരിക്കുന്നത് വിമർശിക്കുന്നെങ്കിൽ മുഖത്ത് നോക്കി വിമർശിക്കും. 7ഓളം പഠനങ്ങൾ നടന്ന പഠനങ്ങളുടെ ബേസിസിലാണ് പറയുന്നത് റേപ്പിനെ ജസ്റ്റിഫൈ ചെയ്യുന്നത്. രാഹുൽ ഇത് ഉന്നയിച്ചത് കൊണ്ട് സെക്ഷൽ ഒഫൻഡേഴ്സിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന മനുഷ്യരുടെ സ്വഭാവം പഠന വിധേയമാക്കി 10 വർഷത്തോളം അടുത്തുള്ള മറ്റ് ലൈംഗിക അതിക്രമികളെയും
ഒരു സെക്കൻഡ് എനിക്ക് രാഹുൽ ഒരു സെക്കൻഡ് സമാധാനം പറയും. എനിക്ക് മര്യാദയ്ക്ക് കേൾക്കുന്നില്ല. നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അക്ഷരം ഇങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഞാൻ പറയുന്നത് രണ്ടുപേരും ഓക്കെ. രാഹുൽ സമാധാനത്തിൽ രാഹുലിന്റെ പോയിന്റ് പറയൂ, ഞാൻ കേൾക്കാം. ആര് റേപ്പിനെ ജസ്റ്റിഫൈ ചെയ്യുന്നു? അഭിലാഷിന്റെ ചർച്ചയിൽ എത്ര വിദഗ്ധമായിട്ട് വന്ന് റേപ്പിനെ ജസ്റ്റിഫൈ ചെയ്യുന്നവർ അങ്ങനെ മാറും എന്നൊരു പഠനമുണ്ട് എന്ന് പറയുന്നു. എന്റെ ചർച്ചയിലോ എന്റെ ചർച്ചയിൽ ആരെങ്കിലും റേപ്പിനെ ന്യായീകരിച്ചാൽ ഞാനത് അനുവദിക്കാറില്ല. അഭിലാഷ്, റേപ്പിനെ ജസ്റ്റിഫൈ ചെയ്യുന്നവർ അങ്ങനെ എത്തും എന്ന് എന്നെ ധ്വനിപ്പിച്ച് പറയുന്നതിന്റെ പിന്നിലെ താല്പര്യം എന്താണ്? അല്ല, ഞാൻ പറയട്ടെ, ഇത് നമ്മളൊരു വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാര്യം പറയട്ടെ, ഇത് ഒരു വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പേഴ്സണൽ ആക്കണ്ടെന്നേ ഞാൻ പറയുന്നത്. ഞാൻ ചോദിച്ചില്ലല്ലോ. നോക്കൂ, നമ്മളൊരു വിഷയത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളത് പേഴ്സണൽ ആയി പോവണ്ട, അത് വിടൂ, അത് നമുക്ക് അവിടെ അവസാനിപ്പിക്കാം. കുഞ്ഞികൃഷ്ണൻ സാറിന്റെ സമീപനമാണ് ഏറ്റവും നല്ലത്. എന്നാൽ താൻ കേസ് കൊടുന്ന സിനിമയിലെ PP കുഞ്ഞികൃഷ്ണൻ മജിസ്ട്രേറ്റിന്റെ അഭിനേതാവ് ചെയ്തതുപോലെ പി കുഞ്ഞികൃഷ്ണൻ സാർ ഏറ്റവും നല്ല ബാലൻസ് ചെയ്തു. ബാലൻസ് ഒന്നും ചെയ്തതായി എനിക്ക് തോന്നുന്നില്ല. വളരെ കൃത്യമായ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ, വളരെ ഉദാത്തമായ ഉയർന്ന നമ്മുടെ ഇപ്പോഴത്തെ സാമൂഹ്യ നിലയ്ക്ക് ചേരുന്ന ഒരു നിയമപരമായ സമീപനമാണ് എടുത്തത്. അല്ലാതെ ബാലൻസോ അങ്ങനെ പറയരുത്. അങ്ങനെയല്ല, ബാലൻസ് ഓഫ് ആർഗ്യുമെന്റ്സ് ആണ് പലപ്പോഴും ജഡ്ജ്മെന്റ്. പോട്ടെ, അത് മറ്റൊരു വിഷയം. ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ സാറിന്റെ വിധിയെ വളരെയധികം അഭിനന്ദിക്കുന്നു. വലിയൊരു ടെംപ്ലേറ്റ് ആണ് നമ്മൾ ഒരു കാര്യത്തിൽ ഓക്കെ. അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റിനെ അംഗീകരിച്ചു എന്ന് പറയുന്നത് നല്ല കാര്യം. അദ്ദേഹം വളരെ ഉയർന്ന നമ്മുടെ ഇപ്പോഴത്തെ സാമൂഹ്യ നിലയ്ക്ക് അനുയോജ്യമായ ഉയർന്ന നീതിബോധം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പരാമർശങ്ങളും ചോദ്യങ്ങളും അതുപോലെ തന്നെ ഉത്തരവുമാണ് പുറപ്പെടുവിച്ചത്. അതുകൊണ്ടാണല്ലോ ഇതൊരു മുന്നറിയിപ്പായി മാറുന്നു എന്ന് പറയുകയും ചെയ്യുന്നത്. എന്റെ ചോദ്യം ശ്രീ രാഹുൽ ഈശ്വർ, അങ്ങനെ ഒരു ഉത്തരവ് ഉണ്ടായിട്ട് പോലും ആ ഉത്തരവിനെ തന്നെ അവഹേളിക്കുന്ന വിധത്തിലാണല്ലോ ബോബി ചെമ്മണ്ണൂർ പെരുമാറിയത്. കൃത്യമായി കോടതിയെ പരിഹസിക്കലാണ് ഇന്നലെ അദ്ദേഹം പുറത്തിറങ്ങാതിരിക്കുക വഴി ചെയ്തത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം ഇന്ന് രാവിലെ പ്ലാൻ ചെയ്തത് അതിനേക്കാൾ വലിയ കാര്യമാണ്. അപ്പോൾ കോടതിക്ക് ഇന്നലെ ജാമ്യം കൊടുത്ത ഒരാളോട് മര്യാദ കാണിച്ചില്ലെങ്കിൽ പിടിച്ചകത്തിടുമെന്ന് പറയേണ്ടി വരുന്ന, ഇന്ന് സ്വമേധയായി വിഷയം എടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. താങ്കളിപ്പോ ജസ്റ്റിസിനെ SP കുഞ്ഞികൃഷ്ണനെ ഒരുപാട് ശ്ലാഘിച്ചല്ലോ. കോടതി ഒരു നല്ല സ്പിരിറ്റില്ല 5 ദിവസത്തെ തടവറ എന്നുള്ളത് സമൂഹത്തിനൊരു സന്ദേശമാണ് ഈ വ്യക്തിക്കും എന്നുള്ള നിലയിൽ നിശിതമായ വിമർശനത്തോടുകൂടി ജാമ്യം കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കുക, നിയമത്തെ ബഹുമാനിക്കുക എന്ന പ്രാഥമിക ഉത്തരവാദിത്വം പോലും ശ്രീ ബോബി ചെമ്മണ്ണൂർ കാണിച്ചിട്ടില്ല എന്നുള്ളത് താങ്കൾ അംഗീകരിക്കുമോ? അങ്ങനെയല്ല അഭിലാഷ്, ഈ പറഞ്ഞതിന്റെ സ്പിരിറ്റിനോട് 101% യോജിക്കുന്നു. മാത്രമല്ല, കുഞ്ഞികൃഷ്ണൻ സാർ ഒരു കാര്യം കൂടെ പറഞ്ഞു. വേണമെങ്കിൽ 2 ആഴ്ച കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കി 2 മാസം കൊണ്ട് വിചാരണ പൂർത്തിയാക്കി വിധി പറയാൻ എനിക്കറിയാം. അതായത് എന്ന് പറഞ്ഞാൽ 2 മാസം കഴിഞ്ഞ് നിന്നെ 1 വർഷമോ 3 വർഷമോ ജയിലിൽ പിടിച്ചിട്ട് അറിയാവുന്ന രീതിയിൽ ശക്തമായി പറഞ്ഞു. രാമൻപിള്ള സാർ പോലും ഇത് പ്രതീക്ഷ കാണില്ല. ഇന്നലെ ആരും ബോബി ചെമ്മണ്ണൂറിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു സമീപനം ഉണ്ടെന്ന് പ്രതീക്ഷ കാണില്ല. അതിരാവിലെ തന്നെ അതിശക്തമായിട്ട് തന്നെ നമ്മൾ കോടതിയെ പ്രകോപിപ്പിക്കുന്ന ഒരു സ്റ്റാൻഡ് എടുക്കരുത്. ഈ നാട് ഇങ്ങനെ നിന്ന് പോകേണ്ടത് കോടതികൾ ഉള്ളതുകൊണ്ടാണ്. ഒരു സന്തുലനം, ഇനി ബാലൻസ് എന്ന വാക്ക് ഇഷ്ടമല്ലെങ്കിൽ വിശാല അർത്ഥത്തിൽ ഈ നാടിന്റെ സന്തുലനം കാക്കുന്നത് കോടതികളാണ്. അതുകൊണ്ട് ഞാൻ ഏത് കോടതി വിധിയെയും, ഒരു ശബരിമല വിഷയം വേറെയാണ്, ബാക്കി എല്ലാ രീതിയിലും കോടതിയുടെ വെളിയിൽ നിൽക്കുന്ന ആളെ കണ്ടാൽ പോലും എണീച്ചെന്ന് സാറിന് വിളിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് കോടതികളുടെ ആ നിലപാടിനെ ശ്ലാഘിക്കണം. ഏതെങ്കിലും രീതിയിൽ ആർക്കെങ്കിലും അങ്ങനെ അല്ലെന്ന് പറയാൻ തോന്നിയാൽ ഒരു കാരണവശാലും ചെയ്യരുത്. അത് ജയിലിൽ പോകുന്നുള്ള പേടി കൊണ്ടല്ല. കാര്യം നമ്മുടെ നാട് നിലനിന്നു പോകാൻ കോടതി പോലൊരു സംവിധാനം അത്യാവശ്യമാണ്. അതുകൊണ്ട് പൂർണ്ണമായും കോടതിക്ക് അടിപ്പെട്ട് കോടതി പറയുന്നത് കേട്ട് കോടതിയുടെ നല്ല നടപ്പ് മനസ്സിലാക്കി നമ്മുടെ തെറ്റുകൾ ഉണ്ടെങ്കിൽ മാറ്റുന്ന മനോഭാവത്തിലേക്ക് ബോച്ചെ വരണം. ബോച്ചയ്ക്ക് ഇനിയും കേരള സമൂഹത്തിന് ആവശ്യമുണ്ട്. ഒരുപാട് ജനങ്ങളുടെ ലൈഫിലേക്ക് ആവശ്യമുണ്ട്. ആ 1 കോടി രൂപ എത്രയും പെട്ടെന്ന് അവർക്ക് എത്തിച്ചു കൊടുക്കണം. ഒരുപാട് പേരുടെ റിമാൻഡ് പ്രതികൾക്ക് വെളിയിൽ വരാൻ കഴിയും. അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ കോടതിയെ അറിയാതെ പോലും പ്രകോപിപ്പിക്കുന്ന ഒരു സമീപനം ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവരുത്. ഉണ്ടെങ്കിൽ സമസ്താപരാധം പറഞ്ഞ് തെറ്റ് പറഞ്ഞ് കോടതിക്ക് അടിപ്പെടുക എന്ന കാര്യത്തിൽ 2 വശങ്ങളില്ല. അത് കോടതി മാത്രമല്ല, അത് കോടതിയെ പേടിയുള്ളതുകൊണ്ട് മാത്രമല്ല കേട്ടോ. അതാണ് ശരി, അതാണ് നന്മ, അതാണ് ധർമ്മം. അതുകൊണ്ടാണ് ഈ ജയിലിൽ പോകുമോ എന്നുള്ള ഭയം വരുമ്പോൾ മാത്രമല്ലല്ലോ ധർമ്മവും നീതിയും ഒക്കെ വരേണ്ടത്.